വയറ് കുറയ്ക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണിത്. വയറ് കുറയ്ക്കാൻ എന്തെങ്കിലും മാജിക് വർക്കൗട്ട് ഉണ്ടോ? വയറ് കുറയ്ക്കാൻ എന്താണ് ചെയ്യേണ്ടത്, അത് മാത്രം കുറയണം എന്ന് മാത്രം ചോദിച്ച് നടക്കുന്ന കുറേ ആൾക്കാർ എനിക്കറിയാം. അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ഡേ 4 ഓഫ് അവർ ഹോം വർക്കൗട്ട് സീരീസ് ഫോർ ബിഗിനേഴ്സ്. ഇന്ന് നമ്മൾ ആബ്സ് വർക്കൗട്ടാണ് ചെയ്യുന്നത്. ഈ വർക്കൗട്ട് ചെയ്താൽ നിങ്ങളുടെ വയറ് കുറയും എന്ന് ഞാൻ പറയില്ല. ഇത് വയറ് കുറയ്ക്കാൻ വേണ്ടിയുള്ള വർക്കൗട്ടല്ല. നമ്മൾ ആബ്സ് നല്ല സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ആബ്സ് ഫോക്കസ് ചെയ്തിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് വയറ് കുറയ്ക്കാനുള്ള വർക്കൗട്ടല്ല. നമ്മൾ ഈ ആബ്സ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈ ആബ്സ് കൂടുതൽ സ്ട്രോങ് ആകുന്നതോടൊപ്പം നമ്മുടെ ബാക്ക് പെയിൻ കുറയാനും ബാക്കിയുള്ള വർക്കൗട്ടൊക്കെ നല്ല പ്രോപ്പർ പോസ്ചറിൽ നിന്ന് ചെയ്യാനും നല്ല സ്ട്രോങ് മസിൽസ് ആണെങ്കിൽ നമുക്ക് ആ വർക്കൗട്ട് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാനും അതുവഴി ഉണ്ടാകുന്ന നമ്മുടെ ബാക്ക് പെയിൻ ഒക്കെ റെഡ്യൂസ് ചെയ്യാനും എല്ലാത്തിനും നമുക്ക് സ്ട്രോങ് ആബ്സ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് സ്റ്റാൻഡിങ് എൽബോ ടു നീ. അതിന് നമ്മൾ കൈ ഈ തലയുടെ ബാക്കിലോട്ട് പിടിക്കുക. നല്ല മുറുക്കി പിടിക്കാനല്ല, ജസ്റ്റ് ഒരു സപ്പോർട്ടായിട്ട് വെക്കുക. അത് കഴിഞ്ഞ് കാല് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ അകലത്തിൽ വെക്കുക. നമ്മുടെ ഷോൾഡർ വിഡ്ത്തിൽ അകലത്തിൽ വെക്കുക. കൈ ഇവിടെ പിടിക്കുക. 1 2 സ്ലോ ആയിട്ട് ഓരോ വർക്കൗട്ടും സ്ലോ ആയിട്ട് ബ്രീത്ത് എടുത്ത് സാവധാനം ആബ്സ് നന്നായിട്ട് എൻഗേജ്. നമ്മൾ ചുമ്മാ ലൂസാക്കി വിടുന്നത് കൊണ്ട് ജസ്റ്റ് ഒന്നൊരു ടൈറ്റൻ ചെയ്ത് നമ്മൾ ആബ്സ് എൻഗേജ് ചെയ്ത് വെച്ച് ചെയ്യുന്നതും രണ്ടായിട്ടാണ്. 2 3 4 5. സെക്കൻഡ് വർക്കൗട്ട് ഡെഡ് ബാക്ക്. ഫ്ലോറിൽ കിടക്കുക. ഈ കാല് 90 ഡിഗ്രിയിൽ ഈ ഒരു ഡിഗ്രിയിൽ ലിഫ്റ്റ് ചെയ്ത് വെക്കുക. കൈ ഇങ്ങനെ പിടിക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലോട്ട് വെക്കുക. ഓപ്പോസിറ്റ് കൈയും കാലും റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ലെഗും ആയിട്ട് മൂവ് ചെയ്യുക. 1 2. താഴെ മുട്ടിക്കണ്ട, ജസ്റ്റ് ടച്ച് ചെയ്യണ വിധത്തിൽ വെക്കുക. 3 4. ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ കാല് ലിഫ്റ്റ് ചെയ്യാണ്ട് കാല് തറയിൽ മുട്ടിച്ച് വെച്ചിട്ട് സ്ട്രെയിറ്റൻ ചെയ്യുക. 1 2. ഇത് ഈസിയാണ്, ബുദ്ധിമുട്ടില്ല. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് തന്നെ ചെയ്യുക. തേർഡ് വർക്കൗട്ട് ഹീൽ ടാപ്പ്. അതും ഇതുപോലെ ഫ്ലോറിൽ നമ്മൾ ടച്ച് ചെയ്ത് നിൽക്കാണ്ട് ഫ്ലോറിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ലിഫ്റ്റ് ചെയ്യുക. ഈ നമ്മുടെ കൈ കാലിൻ്റെ ഹീലിലേക്ക് ടച്ച് ചെയ്യുക. 1. അപ്പം നമ്മുടെ ഈ ഒരു ഹിപ്പ് പൊസിഷൻ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, മൂവ് ചെയ്യും. 1 2 3 4 5. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ട് പ്ലാങ്ക് ആണ്. നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത്, എത്രയും സെക്കൻഡ്സ് ആണോ മാക്സിമം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് അത്രയും സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. എത്ര മിനിറ്റ് ആണോ ചെയ്യാൻ പറ്റുന്നത്, തുടക്കക്കാർക്ക് നമുക്ക് കൂടുതൽ നേരം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. മാക്സിമം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന എത്രയാണോ അത്രയും നേരം ഹോൾഡ് ചെയ്യുക. നമ്മുടെ എൽബോസ് പ്ലേസ് ചെയ്യുക. ഫ്ലോറിൽ വെച്ച് ഈ ഒരു പൊസിഷനിൽ നിൽക്കുക. അതായത് ഹീപ്പായിട്ടോ സാഗി ആയിട്ടോ നിൽക്കാണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന വിധത്തിൽ, നമ്മുടെ ബാക്ക് സ്ട്രെയിറ്റ് ലൈനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന വിധത്തിൽ പ്ലാങ്ക് നിൽക്കുക. അതുപോലെ തന്നെ നിൽക്കുമ്പം തല പൊക്കി അല്ലെങ്കിൽ തല താത്തി നമ്മുടെ തലയുടെ അവിടെ പെടലിക്ക് സ്ട്രെയിൻ കൊടുക്കാണ്ട് സ്ട്രെയിറ്റ് ഒരു പൊസിഷനിൽ നിൽക്കുക. കോർ എൻഗേജ് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത് വയറ് കുറയ്ക്കാനുള്ള വീഡിയോ അല്ല. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആബ്സിനും നല്ലൊരു ബെല്ലിക്കും വേണ്ടിയിട്ട് നമ്മുടെ ബാക്കി വർക്കൗട്ടൊക്കെ നല്ല സെറ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സ്ട്രോങ് ആബ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ് നമ്മളിന്ന് ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. ബൈ.